The Magical Kingdom. കയറണോ? ഓഹോ, ലെറ്റ്സ് ഹാവ് എ ലുക്കിനാണ് അവർ ടിക്കറ്റ് എടുക്കാൻ പറയണത്. ചുമ്മാ ലുക്കാനായിട്ടല്ല, ചുമ്മാ ഉള്ള ലുക്കാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? സോ അങ്ങനെ ഞങ്ങള് മാജിക്കൽ ഐസ് കിങ്ഡത്തിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഈ മാജിക്കൽ ഐസ് കിങ്ഡം എന്ന് പറയുന്നത് സീസണലായിട്ട് ഇങ്ങനെ വണ്ടർലാൻഡിൽ വരാറുള്ള ഒരു അട്രാക്ഷനാണ്. എല്ലാ വർഷവും ഒരു തീം ബേസ്ഡ് ആയിട്ടായിരിക്കും കേട്ടോ ഇത് വരുന്നത്. ഈ വർഷം ഇതിനകത്ത് വന്നിരുന്ന ആലീസസ് അഡ്വഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു തീമിലാണ് വന്നിരിക്കുന്നത്. ഏകദേശം 200ഓളം സ്കൾപ്ചേഴ്സ് ഇതിൻ്റെ അകത്ത് ഇവരുണ്ട്. 8 മാസം കൊണ്ടാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. -10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതിനകത്തേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും നന്നായിട്ട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, ഇൻക്ലൂഡിങ് ഗ്ലൗസ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഒന്ന് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു 20 to 30 മിനിറ്റ്സ് നോർമൽ സ്പീഡിൽ നമ്മൾ പോയാൽ കവർ ചെയ്യാനുള്ള അത്രയുണ്ട്. 8 പൗണ്ട് അഡൾട്ടിനും 6 പൗണ്ട് ചൈൽഡിനും ആണ് ടിക്കറ്റ് നിരക്ക് ഇതിനകത്തുള്ളത്. കാര്യം ഇവർ -10 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടൊക്കെ അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇവർ നമുക്ക് കുറച്ച് വാണിങ്ങും കാര്യങ്ങളൊക്കെ തരും. പിന്നെ ഇവർ മെയിനായിട്ട് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നിലും തുടരുതെന്നുള്ള, കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കാരണം പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിട്ട് കേടായി പോകുന്ന കാരണം അത് തുടരുതെന്നുള്ളതാണ് അവർ പറയണത്. ഇവർക്ക് പ്രത്യേകിച്ച് നമ്മളെ റഷ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ അകത്ത് വന്നപ്പോഴാണ് ഇതിൻ്റെ കാരണം മനസ്സിലായത്. നമ്മൾ 30 മിനിറ്റ്സ് പോയിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പിടി വിടാൻ തുടങ്ങും. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല, കാരണം കൈവിരലൊന്നും അനങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തി. കൊച്ചുങ്ങളാണ് മെയിനായിട്ട് ഇത് എൻജോയ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കയറിയതിൽ നമുക്ക് വിഷമമില്ല, കാരണം ലൈഫിൽ ഇതുപോലൊരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല. നാട്ടിലൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ ഈ ഐസ് കാർവിംഗ് ഒക്കെ നമ്മൾ 1-2 നമ്മുടെ താറാവിനെയൊക്കെ കൊണ്ട് ഫുഡിൻ്റെ അവിടെ നടുക്ക് വെച്ചേക്കണ മാത്രമേ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. ഇത്രയും ഒരു സെറ്റപ്പ് ഐസ് കൊണ്ട് ചെയ്തു വെച്ചേക്കണ ലൈഫിൽ ആദ്യമായിട്ട് കാണുകയാണ്. ശരിക്കും ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പക്ഷേ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ജീവനും കൊണ്ട് ഇറങ്ങി ഓടുമെന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് സിപ്പോസിൻ്റെ ക്യാൻഡിമാൻ ക്രിസ്മസ് സർക്കസ് കാണാനാണ്. പക്ഷേ അതിൻ്റെ ടിക്കറ്റ് എടുത്തേക്കുന്നതിലേക്ക് കുറച്ചും കൂടെ സമയം ബാലൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ നടന്ന് കണ്ടു തീരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു 10 വണ്ടർലാക്കകത്ത് സെറ്റ് ചെയ്യുന്ന അത്രയും സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. സോ നമുക്ക് ജസ്റ്റ് മൊത്തത്തിലൊരു റൗണ്ട് ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിനകത്ത് നല്ല അടിപൊളിയായിട്ട് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ സിപ്പോസ് ക്യാൻഡിമാൻ ക്രിസ്മസ് സർക്കസ് കാണാം. നിങ്ങളിനി ടിക്കറ്റ് എടുത്ത് കാണണമെന്നൊന്നുമില്ല, അത്രമാത്രം നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സോ മറക്കാതെ നിങ്ങൾ നെക്സ്റ്റ് പാർട്ട് കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓണാക്കി ഇടുവാണെങ്കിൽ ഞങ്ങളുടെ അപ്ലോഡ്സ് എല്ലാം വരുന്നതായിരിക്കും. സോ അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു സൂൺ.